വെൽക്കം ടു റോബോട്ട് വാല എഞ്ചിനീയർ. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചല്ലേ. എന്നിട്ട് നമ്മൾ അതിൽ റോബോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ. സോ നമ്മളിങ്ങനെ റോബോട്ടിനെ ഇതിലോട്ട് എടുത്തപ്പോൾ തന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസും കൂടെ വിസിബിൾ ആയി. ഓക്കെ, സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഈ ഓപ്ഷൻസ് എന്നാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ ഹോം ടാബ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഹോം ടാബിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ABB ലൈബ്രറി എന്ന് കാണും. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്തതിൽ എന്ത് സംഭവിച്ചു, നമ്മൾ ഓൾറെഡി റോബോട്ട് വെയർ അടക്കം സെലക്ട് ചെയ്തു. അതായത് IRC5 വേണോ ഒമിനിക്കൂർ വേണോ ആ കൺട്രോളർ അടക്കം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ റോബോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നിങ്ങൾക്കൊരു റോബോട്ടിന്റെ CAD മോഡൽ മാത്രം മതി. സോ അത് ശ്രദ്ധിക്കുക, ചിലവർ ആദ്യം ഇത് സെലക്ട് ചെയ്തിട്ട് ജോഗ് ചെയ്യാൻ ശ്രമിക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു CAD മോഡൽ മാത്രമാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേസ്മെന്റിനും അല്ലെങ്കിൽ സിമുലേഷൻ ചെയ്യുന്ന സമയത്ത് റോബോട്ടിനെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, സോ നിങ്ങൾ ABB ലൈബ്രറി പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു റോബോട്ടിനെ ഇവിടെ നമുക്ക് ഡൗൺലോഡിൽ പോയാൽ ഇങ്ങനെ ഡൗൺലോഡ് പ്രസ് ചെയ്യാൻ പറ്റും. സോ ഡൗൺലോഡിങ് IRB460 ഓക്കെ പ്രസ് ചെയ്യാം. സോ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു റോബോട്ട് നിങ്ങൾക്ക് വിസിബിളായി വരും. സോ ഈ റോബോട്ടിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് തൽക്കാലത്തേക്ക് ഇതൊരു CAD മോഡലാണ്. ജസ്റ്റ് ഇതിന്റെ പ്ലേസ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഞാൻ തൽക്കാലം അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, സോ ഇതാണ് ABB ലൈബ്രറി. സോ ഇതിൽ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ട പലതരം, അതായത് സ്കാറ റോബോട്ട്സ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ പാരലൽ റോബോട്ട്സ് ഉണ്ട്, കോബോട്ട്സ് ഉണ്ട്, അതുപോലെ ലീനിയർ ട്രാക്സ് ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ എല്ലാം CAD മോഡൽസ് നിങ്ങൾക്ക് ഇതിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ അടുത്തത് ഇമ്പോർട്ട് ലൈബ്രറി. സോ ഇപ്പൊ നിങ്ങൾക്കൊരു കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ ഗണ്ണ്, സോ ഇവിടെ നമുക്കൊരു ആർക്ക് വെൽഡിങ്ങിന്റെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ഇതാണ് ഗണ്ണ് എന്നൊക്കെ പറയാം നമ്മൾ. ഓക്കെ, ഇത് റോബോട്ടിന്റെ ടൂളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ അത് അതുപോലെ കൺവെയർ ബെൽറ്റ്, സെൻസറുകള്, അതുപോലെ കൺട്രോളർ, ഇതിന്റെ എല്ലാം മോഡൽസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫെൻസ് ഇവിടെ കാണാം, പെല്ലറ്റ് കാണാം. ഓക്കെ, സോ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഗണ്ണ് പ്ലേസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഗണ്ണ് സെലക്ട് ചെയ്യാം, പ്രസ് ചെയ്യാം. സോ ഗണ്ണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, സോ ഇതിനെങ്ങനെ അറ്റാച്ച് ചെയ്യാം, ഈ ഗണ്ണിന്റെ ഈ മെനുവിൽ ഡബിൾ ടാപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ റോബോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഏത് പ്രൊജക്റ്റിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അവിടെ IRB കാണും. സോ ഇതിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ചോദിക്കും ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് ദി പൊസിഷൻ, യെസ് കൊടുക്കാം. സോ ഇപ്പൊ എന്ത് സംഭവിച്ചു, നമ്മുടെ ഗണ്ണ് ഓട്ടോമാറ്റിക്കലി റോബോട്ടിനെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഈ കാണുന്ന XYZ ആക്സസുകളുണ്ടോ, ഇതാണ് നമ്മൾ TCP എന്ന് പറയാം. സോ ഇത് ബേസിക്കലി റോബോട്ടിന്റെ ടിപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടിപ്പിൽ കണ്ടോ കോർഡിനേറ്റ് സിസ്റ്റം വരുന്നത്, ഇതിനെയാണ് ടൂൾ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ TCP എന്ന് പറയുക. ഇനീഷ്യലി ഇത് എവിടെയായിരുന്നു, റോബോട്ടിന്റെ 6th ആക്സിസിലായിരുന്നു. സോ അതാണ് നമ്മുടെ ടൂൾ 0. സോ അഡീഷണൽ നമ്മൾ വേറൊരു ഗണ്ണ് അറ്റാച്ച് ചെയ്തപ്പോൾ ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ആയി. ഇതാണ് നമ്മൾ ടൂൾ 1 ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച്. സോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കൺവെയർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെങ്ത് 4.8, ദെൻ പ്രസ് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺവെയർ ഇൻസ്റ്റാൾ ആവും. സോ ഇതിന്റെ പ്ലേസ്മെന്റ് ഇപ്പോൾ കറക്റ്റ് ഇല്ലല്ലോ. സോ നമുക്ക് ഇതിന്റെ പ്ലേസ്മെന്റ് നീക്കണമെങ്കിൽ അഗെയിൻ ഈ ഒരു ടാബിൽ, കമ്പോണൻസിന്റെ ടാബിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കൺവെയർ ബെൽറ്റ് ചൂസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ സെറ്റ് പൊസിഷൻ, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ XYZ മാറ്റാൻ പറ്റും. സോ ഞാനൊരു 1000 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവുന്നുണ്ടോ. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് XO YO ZO നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Z ആക്സിസിലോട്ട് അത് പൊങ്ങി. സോ ഞാൻ റിട്ടേൺ അത് അതുപോലെ തന്നെ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്തോണ്ടോ. സോ ഞാൻ വൈയില് 90 കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് പോകുന്നു. ഓക്കെ, സോ സെറ്റില് സെറ്റിൽ കൊടുക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ആയി. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കൺവെയർ ബെൽറ്റ് എല്ലാം ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെൻസ് ആയാലും അതുപോലെ സെൻസറുകളായാലും എല്ലാം ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇതിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തത് വെർച്വൽ കൺട്രോളർ. നമ്മൾ പറഞ്ഞു പുതിയൊരു റോബോട്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കൺട്രോളർ വിത്ത് റോബോട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ കൺട്രോളർ ഉപയോഗിക്കാം. സോ ഇമ്പോർട്ട് ജോമെട്രി. സോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു CAD മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നിങ്ങൾക്ക് ഇതിൽ കോൾ ചെയ്യാൻ പറ്റും. സോ എൻ്റെ പ്രീമിയം വെർഷൻ അവസാനിച്ചുകൊണ്ട് എനിക്കിതിപ്പോൾ ആക്സസിബിൾ അല്ല. ഓക്കെ, സോ ഫ്രെയിംസ് വരുന്നുണ്ട്, അതും
പ്രീമിയം ലൈസൻസ് ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് അതും ഇപ്പോൾ അവൈലബിൾ അല്ല. ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റോബോട്ടിന്റെ ടാർഗറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും മാനുവലി. സോ റോബോട്ട് എങ്ങോട്ട് മൂവ് ചെയ്യണം കാര്യങ്ങളൊക്കെ. സോ അതിനാണ് ടാർഗറ്റ് പോയിന്റ്സ് ഉപയോഗിക്കുക. നമ്മൾ വരും പാർട്ടുകളിൽ നമ്മളത് പറയും. ഓക്കെ. സോ അടുത്തത് പാത്ത്. സോ നമുക്കിപ്പോൾ സാധാരണ നമ്മൾ മൂല്യം മൂവ് ചെയ്യുന്ന മെത്തേഡാണ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിന് പകരം നമുക്ക് ഈ പാത്ത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റോബോട്ടിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ വർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ടൂൾ ഡാറ്റ. സോ ഇതെല്ലാം നമുക്ക് പെൻഡന്റിൽ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ എല്ലാ ടൂളിന്റെ വെയിറ്റ്, അതുപോലെ പൊസിഷൻ, അതിന്റെ TCP എല്ലാം നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വർക്ക് ഒബ്ജക്റ്റ് 0. സോ നിങ്ങൾ വർക്ക് ഒബ്ജക്റ്റ് 0 അതുപോലെ ടൂൾ 0 എന്ന് കാണും. ഈ വർക്ക് ഒബ്ജക്റ്റ് 0 എന്ന് പറയുന്നത് റോബോട്ടിന്റെ ബേസ് ആണ്. ഓക്കെ. അതുപോലെ ടൂൾ 0 എന്ന് പറയുന്നത് 6th ആക്സിസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ടാസ്ക് എന്ന് പറയുന്നത് തൽക്കാലം ഓരോ ടാസ്കിലാണ് നമ്മുടെ ഓരോ പ്രോഗ്രാംസ് റൺ ചെയ്യുക. സോ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് T-Robo1 എന്ന് പറയുന്ന ഒരു ടാസ്ക് എല്ലാ റോബോ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ എല്ലാ റോബോട്ടിലും ഉണ്ടാവും. ഓക്കെ. സോ ഇത് ഗണ്ണ് എന്ന് പറയുന്നത് ടൂൾ 0 ബിൽഡ് ഗൺ. നമ്മളിവിടെ ഗണ്ണ് എടുത്തപ്പോൾ എക്സ്ട്രാ ഒരു ടൂളോടെ ക്രിയേറ്റ് ആയി. ഓക്കെ. സോ ഇനി റെഫറൻസ് നമുക്കിപ്പോൾ കറന്റ് ഇപ്പോൾ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് കാണിക്കും. അതുപോലെ തന്നെ ജോഗ് TCP. സോ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ TCPയുടെ ബേസിൽ നമുക്ക് റോബോട്ടിനെ മൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ? കാരണം റോബോട്ടിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും XYZ കോർഡിനേറ്റ്സിൽ. ഓക്കെ. സോ ഇതിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോബോട്ടിനെ മാനുവലി ടീച്ച് ചെയ്യുമ്പോൾ അതായത് സിമുലേഷൻ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇനി റോബോട്ടിന്റെ ആക്സിസ് നമുക്ക് നോക്കാം. ജോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജോയിന്റ് വൈസ് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഒന്നാമത്തെ ജോയിന്റ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇതിന് മൂവ്മെന്റ് ഉണ്ടോ? സൈഡിലോട്ടാണ്. ഓക്കെ. രണ്ടാമത്തെ ജോയിന്റ് കണ്ടോ? ജോയിന്റ് 2. ഈ ഒരു ആക്ഷൻ ആണ് ഇതിന്റെ ജോയിന്റ് വരിക. ഓക്കെ. രണ്ടാമത്തെ ആക്സിസ്. തേർഡ് ആക്സിസ് എൻ്റെ ഇവിടെയാണ് വരിക. ഇതിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് വരുന്നത്. എൻ്റെ ഫോർത്ത് ആക്സിസ് ഇവിടെയാണ് വരിക. ഇതിനൊരു റൊട്ടേറ്റീവ് ടൈപ്പ് മോഷൻ ആണ് വരുന്നത്. ഓക്കെ. സോ എൻ്റെ ഫിഫ്ത്ത് ആക്സിസ് ഇവിടെയാണ് വരിക. കണ്ടോ? ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് അഗൈൻ വരുന്നത്. എൻ്റെ സിക്സ്ത് ആക്സിസ് ഇവിടെയാണ് വരിക. സോ ഇതിനൊരു സർക്കുലർ മോഷൻ ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇത്രയാണ് ഒരു ഹോം ടാബിൽ നിങ്ങൾക്ക് റോബോട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസും വരുന്നത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം.